വന്നിട്ട് അജിയോ ഹോളാണ്. അജിയോ എന്ന് വാങ്ങിച്ച കുറച്ച് ടോപ്സ് ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. വളരെ അഫോർഡബിൾ പ്രൈസിൽ ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ മീഷോനെക്കാട്ടിലൊക്കെ എത്രയോ അഫോർഡബിൾ ആയിട്ടാണ് ഞാൻ ഇതിൽ നിന്ന് ഓരോ പ്രോഡക്റ്റ് വാങ്ങിച്ചത്. മാത്രമല്ല ഈ പ്രോഡക്റ്റുകളൊക്കെ ബ്രാൻഡഡ് ആയിട്ടുള്ള ലൈക്ക് റിലയൻസിൻ്റെ ബ്രാൻഡുകളാണ്. സോ ഇതാണ് പ്രൊഡക്റ്റുകൾ വന്നിട്ട്. ഇത്രയും പ്രൊഡക്റ്റാണ് നമുക്ക് കാണാനുള്ളത്. അജിയോയിൽ നമ്മുടെ ട്രെൻഡ്സ് സ്റ്റോറിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഉണ്ടാവുക. റിലയൻസിൻ്റെ കുറച്ച് ബ്രാൻഡുകളാണ് അജിയോയിൽ ഉണ്ടാവുക. ലൈക്ക് യുസ്ത, ഫിഗ്, ഔട്ട്റൈറ്റ്, DNMX ഇങ്ങനത്തെ കുറച്ച് ബ്രാൻഡുകളാണ് ഞാൻ മെയിനായിട്ട് നോക്കുന്നത്. അതല്ലാതെ കുറേ ബ്രാൻഡുകളുണ്ട്. കിഡ്സിൻ്റെതാണെങ്കിലും വലിയ വുമൺസും ജെൻസും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ മെയിനായിട്ട് നോക്കുന്നത് ഇവരുടെ ടോപ്പും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ സ്റ്റോറിൽ നിന്നും പർച്ചേസ് ചെയ്യാറുണ്ട്. സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുന്ന പ്രോഡക്റ്റ് തന്നെ ചിലപ്പോൾ നമുക്ക് അതിലും വളരെ കുറഞ്ഞ പ്രൈസൊക്കെ ഈ ഓൺലൈനിൽ നിന്ന് കിട്ടും. പക്ഷെ അജിയോൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റിവ്യൂസ് ഉണ്ടാവുന്നു. ലൈക്ക് റേറ്റിംഗ് കൊടുക്കാനേ പറ്റുള്ളൂ, പ്രോഡക്റ്റിന് റിവ്യൂസ് ഉണ്ടാവില്ല. ഇപ്പം ആപ്പ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. സോ ഓരോരുത്തർ ഇങ്ങനെ റിവ്യൂ കൊടുത്ത് തുടങ്ങുന്നതേ ഉള്ളൂ. പിക്ചർ റിവ്യൂ കേട്ടോ, അത് കൊടുത്ത് തുടങ്ങുന്നതേ ഉള്ളൂ. ഇതുവരെ റേറ്റിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും, ഓരോ പ്രോഡക്റ്റ് വാങ്ങിക്കണോ വേണ്ട, എങ്ങനെ ഉണ്ടാവും, ഇമേജിലുള്ള അതേ സാധനമാണോ കിട്ടാന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും. പക്ഷേ ബ്രാൻഡഡ് സാധനം ആയതുകൊണ്ട് ക്വാളിറ്റിയിൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. എല്ലാം ഒരു എന്താ പറയുക, ഒരു ഡീസൻറ്റ് ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകളാണ്. എനിവേ നമുക്ക് ഓരോന്നും നോക്കാം. ശരിക്കും പറഞ്ഞാൽ നല്ല സൂപ്പർ അഫോർഡബിൾ പ്രൈസിലാണ് ഞാൻ വാങ്ങിച്ചത്. നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിന് എന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പം ചിലപ്പോൾ നല്ല പ്രൈസ് കുറയുന്ന സമയമുണ്ടാവും, ചിലപ്പോൾ ഒരു കുറച്ച് പ്രൈസൊക്കെ കുറയത്തുണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കണം. പ്രോഡക്റ്റ് പെട്ടെന്ന് തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും, പെട്ടെന്ന് തന്നെ ഇൻ സ്റ്റോക്ക് ആവും. അതൊക്കെ ഇങ്ങനെ മാറി മാറി കളിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ സൈസ് സ്റ്റോക്ക് ഔട്ട് സ്റ്റോക്ക് ഇന്നൊക്കെ ആവുന്നത് ഇങ്ങനെ എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എന്നിട്ട് നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. പെട്ടെന്ന് തന്നെ ഓഫർ വരാറുണ്ട് കേട്ടോ. സോ ഫസ്റ്റ് ഞാൻ ഈ ഒരു ടോപ്പ് കാണിച്ചിട്ടാം. എനിക്ക് അജിയോന്ന് ടോപ്സ് വാങ്ങാൻ ഭയങ്കര മടിയാണ്, കാരണം ആ റിവ്യൂ ഇല്ലാത്തൊരു പ്രശ്നം കൊണ്ടാണ്. പക്ഷേ ഞാനൊരു ഈ ബ്രാൻഡുകളൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ അജിയോന്ന് പ്രോഡക്റ്റ് വാങ്ങിക്കാറുള്ളത് കേട്ടോ. ഇപ്പോൾ അപ്ഡേറ്റ് ആയതുകൊണ്ട് റിവ്യൂസ് ഇനി മുതൽ റിവ്യൂസ് വരുമായിരിക്കും. ഫസ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഇതാണ്. ഇതൊരു ഷോർട്ട് ടോപ്പാണ്. ഞാൻ വാങ്ങിച്ച സൈസ് വന്നിട്ട് ലാർജ് ആണ്. അതായത് എനിക്ക് കുറച്ച് ലൂസിൽ കിടക്കട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ ലാർജ് വാങ്ങിച്ചത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് സ്മോൾ ആണ് എൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ ഞാൻ ലാർജ് ആണ് ഇത് എടുത്തിട്ടുള്ളത്. വേറെ എടുത്തിട്ടുള്ള ഫോട്ടോ അല്ല ലൈക്ക് വീഡിയോ ഇവിടെ എവിടെയെങ്കിലും ഞാൻ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഒരു ഫിറ്റ് വരുന്നത് എന്നുള്ളത്. അതായത് സ്മോൾ ആയിട്ടുള്ള ഞാൻ ലാർജ് ഇടുന്ന സമയത്ത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം ഊഹിച്ചാൽ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ MRP വന്നിട്ട് 899 ആണ്. പിന്നെ ഇത് ബ്രാൻഡ് വന്നിട്ട് DNMX ആണ് കേട്ടോ. DNMXൻ്റെ ബ്രാൻഡാണ്. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ള, എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ ഫ്ലോറൽ പ്രിൻസൊക്കെ വരുന്നത് ടോപ്പിൽ. അപ്പോൾ ജീൻസിൻ്റെ ഒപ്പമൊക്കെ കാഷ്വലായിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ടോപ്പാണ്. ലെങ്ത്ത് ഷോർട്ടായിട്ടുള്ള ലെങ്ത്താണ്. പിന്നെ സ്ലീവ് വന്നിട്ട് ഇങ്ങനത്തെ ഒരു ബെൽ സ്ലീവാണ് വരുന്നത്. ഇവിടെ ഇങ്ങനെ ലേസ് ഡീറ്റെയിലിംഗ് കൊടുക്കുന്നുണ്ട് എൻഡിൽ. പിന്നെ ഇവിടെയും കൊടുക്കുന്നുണ്ട് ഒരു ഡീറ്റെയിലിങ്. പിന്നെ ഇവിടെ ഒരു ഫ്രില്ല് പോലെ ഒരു എക്സ്ട്രാ ഇത് കൊടുത്തിട്ടുണ്ട്. അതിലും ഇങ്ങനെ ലേസ് ഡീറ്റെയിലിംഗ് പോകുന്നുണ്ട്. ചെസ്റ്റിൻ്റെ ഈ ഒരു ഭാഗത്തും ആ ഒരു ഡീറ്റെയിലിംഗ് ആണ് പോകുന്നത്. ഇവിടെയും ചെറുതായിട്ടൊരു ഫ്രിൽസോ കൊടുത്തിട്ട് കുറച്ചും ഇങ്ങനെ ബോക്സി ആയിട്ട് കിടക്കുന്നൊരു ഫിറ്റാണ് ഈ ഒരു ടോപ്പിന് വന്നിട്ടുള്ളത്. ഓറഞ്ച്, ഗ്രീൻ, ബ്ലൂ ഒക്കെ കൂടെ കളർ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള പ്രിൻ്റാണ്. പിന്നെ ഈ ഒരു ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ. ലൈക്ക് ഇങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കോട്ടൺ ആണ് മുന്നിട്ട് നിൽക്കുന്നത്, പക്ഷെ ഒരു പോളിസ്റ്റർ ബ്ലെൻഡ് ഉള്ള പോലെ തോന്നുന്നുണ്ട്. ബാക്ക് സൈഡ് ഈ ഒരു രീതിക്കാണ് ബാക്ക് സൈഡ് ഒരു ബട്ടൺ കൊടുക്കുന്നുണ്ട്. നെക്കിനും ആ ഒരു ലേസ് ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ കൊടുക്കുന്നത്. ഇതൊരു അടിപൊളി പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എക്സ്പെക്ട് ചെയ്ത സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇതിന്. കുറച്ച് തിൻ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്, ലൈക്ക് കുറച്ച് സീത്രൂ ആണ്. സോ സ്ലിപ്പോ അങ്ങനെ എന്തെങ്കിലും ഇടേണ്ടി വരും ഇത് വെയർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചത് 250 ഓർ സംതിങ്ങിനാണ് ഇത് വാങ്ങിച്ചത് കേട്ടോ. ഈ ഒരു പ്രോഡക്റ്റ് ആ ഒരു പ്രൈസിന് എനിക്ക് എന്തായാലും എക്സ്ട്രാ വർത്ത് തന്നെയാണ് ഈ ടോപ്പ്. ഇതിൻ്റെ MRP ഉണ്ടല്ലേ 899 ആണ്. നമുക്ക് ഷോപ്പിൽ പോയാൽ ചിലപ്പോൾ 899 കൊടുത്തിട്ട് വാങ്ങിക്കേണ്ടി വരും, ഓഫർ ഇല്ലാത്ത സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതൊരു നല്ല ബൈ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിനൊരു സ്പെഷ്യൽ ടാഗ് ഉണ്ട്, ലിമിറ്റഡ് എഡിഷൻ ഉള്ളത്. സോ ഇതൊക്കെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവാൻ സാധ്യത ഉണ്ട്. എന്നാലും ഇത് ഞാൻ വിഷ് ലിസ്റ്റ് ചെയ്തിട്ട് തന്നെ കുറേ നാളെ എത്രയോ തവണ സ്റ്റോക്ക് ഔട്ടായി, പിന്നെയും സ്റ്റോക്കിങ് വന്ന് പിന്നെയും സ്റ്റോക്ക് ഔട്ടായി അങ്ങനെ കളിച്ചതായിരുന്നു. അവസാനം വന്ന് പൈസയും അഫോർഡബിൾ ആയപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്താൽ കേട്ടോ. അപ്പോൾ ഇത്
എനിക്ക് ഓക്കെ ആണ്. അടുത്ത പ്രൊഡക്റ്റ് നോക്കാം. അടുത്തത് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ അജിയോയുടെ ഒരു കുഴപ്പം എന്താണെന്നറിയോ, അജിയോയിൽ ക്യാഷ് ഓൺ ഡെലിവറി പണ്ടൊക്കെ അവൈലബിൾ ആയിരുന്നു, പക്ഷേ ഇപ്പം എനിക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല. ഈ ഒരു പിൻകോഡിലേക്കുള്ള പ്രശ്നമാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഇപ്പോൾ പേയ്മെൻറ്റ് ചെയ്തിട്ടേ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. പിന്നെ ഡെലിവറി ചാർജ് വരുന്നുണ്ട്. 1200 രൂപയ്ക്ക് താഴെയാണ് പർച്ചേസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 100 രൂപ 99 രൂപ ഡെലിവറി ചാർജ് ആയിട്ട് പോകും. പിന്നെ എന്തോ ഒരു ഫീ എന്നും പറഞ്ഞിട്ടൊരു 19 രൂപ അങ്ങനെ എന്തോന്ന് പോകുന്നുണ്ട്. ഇതൊക്കെ കൊടുത്തിട്ടേ നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഏതെങ്കിലും പ്രൊഡക്റ്റ് റിട്ടേൺ ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഒരു എന്ത് ഫീ ആയിരുന്നു എന്നുള്ളത് ഞാൻ ഓർക്കുന്നില്ല. ഒരു എക്സ്ട്രാ ഒരു 90 റുപ്പീസ് വാങ്ങുന്നുണ്ട്. അത് നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടും. ലൈക്ക് റീഫണ്ട് കയറൂല, പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് മാത്രമേ റീഫണ്ട് ആയിട്ട് കയറുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പ്രൊഡക്റ്റ് നോക്കാം. ഇതൊരു ഷർട്ടാണ് കേട്ടോ. ഇത് യുസ്ത എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. യുസ്ത നമ്മുടെ ജുഡിയോ ഒക്കെ പോലെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ലൈക്ക് എല്ലാം അണ്ടർ 1000 എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ യുസ്തയുടെ സ്റ്റോർ എവിടെയൊക്കെ ഓപ്പൺ ആകുന്നുണ്ട്. അപ്പോൾ ജുഡിയോ ഒക്കെ പോലുള്ളൊരു ബ്രാൻഡാണ് യുസ്ത. ഇത് വന്നിട്ട് പ്രൈസ് 699 ആണ് ഇതിൻ്റെ പ്രൈസ്. ഇത് ഞാൻ എടുത്തിട്ടുള്ള സൈസ് മീഡിയം ആണ്. ഇത് കുറച്ച് ഓവർ സൈസ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു ഷർട്ടാണ്. ഈ ഒരു പ്രിന്റിലാണ് ത്രൂ ഔട്ട് പോകുന്നത്. ഹാഫ് സ്ലീവ് ആണ് വരുന്നത്. ലൈക്ക് ലൂസ് ഫിറ്റിൽ വരുന്ന സ്ലീവാണ്. ഇങ്ങനത്തെ സ്ലീവാണ്. കോളർഡ് ആയിട്ട് നോർമൽ ഷർട്ട് ബട്ടൺ ആയിട്ടുള്ള ഷർട്ടാണ്. വേറെ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം കേട്ടോ. പിന്നെ മെറ്റീരിയൽ വന്നിട്ട് കുറച്ച് തിക്കായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ഒരു പൗഡർ പിങ്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. എന്തായാലും എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റും നല്ല ഇഷ്ടമായി. ഇത് ഞാൻ വാങ്ങിച്ചത് 350 ഓർ 300 സംതിങ്ങിനാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചത്. ആ പ്രൈസിന് എനിക്ക് ഓക്കെ ആണ് കേട്ടോ. എനിക്ക് വേർത്താണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമായി. ഫിനിഷിങ്ങും ഒക്കെ ഇഷ്ടമായി. നല്ലൊരു പ്രൊഡക്റ്റാണ്. നെക്സ്റ്റ് ഈ ഒരു ട്യൂണിക്കാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് ഓൾസോ യുസ്ത എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ തന്നെയാണ്. പക്ഷേ ഇത് ഞാൻ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിന് എത്രയായിരുന്നു, സ്റ്റോറിൽ ഓഫറുള്ള സമയത്താണ് വാങ്ങിച്ചത്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ MRP വന്നിട്ട് 600 ആണെന്ന് തോന്നുന്നു. 600 ഓർ 500 അങ്ങനെ ആ റേഞ്ചിലാണ് എന്തായാലും ഇതിൻ്റെ MRP വന്നിട്ടുള്ളത്. സ്റ്റോറിൽ ഓഫറുള്ള സമയത്താണ് ഞാൻ വാങ്ങിച്ചത്. 200 സംതിങ്ങിനാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിലും ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ട്യൂണിക്കാണ്. ഞാൻ എടുത്ത സൈസ് വന്നിട്ട് മീഡിയം ആണ്. എനിക്ക് കുറച്ച് ലൂസിലാണ് കേട്ടോ ഇത് കിടക്കുന്നത്. 3/4 സ്ലീവാണ്. ഇങ്ങനത്തെ സ്ലീവാണ്. ഞാൻ ഇത് യൂസ് ചെയ്ത് വാഷ് ചെയ്തിട്ടോ. വാഷ് ചെയ്ത സമയത്ത് കുറച്ചൊരു കഞ്ഞിപ്പശ പോലെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല. കളർ ഫെയ്ഡ് ആവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. സോ ഇതാണ് നമ്മുടെ തേർഡ് പ്രൊഡക്റ്റ്. ഇത് ഇങ്ങനത്തെ ഒരു കട്ടാണ് കേട്ടോ. ലൈക്ക് ഇവിടെ ഫ്രിൽസൊക്കെ കൊടുത്തിട്ട് വീനെക്കിൽ വന്ന് കുറച്ച് ഡീപ്പായിട്ടുള്ള നെക്കാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് പ്രൊഡക്റ്റ്. നമുക്ക് ഫോർത്ത് പ്രൊഡക്റ്റ് നോക്കാം. ഫോർത്ത് പ്രൊഡക്റ്റ് വന്നിട്ട് അഗെയിൻ ഒരു ഷർട്ടാണ്. ഇതൊരു തിൻ പോളിസ്റ്റർ മെറ്റീരിയലാണ്. നല്ല കംഫർട്ടബിൾ ആണ്, പക്ഷെ നല്ല തിന്നായിട്ടുള്ള മെറ്റീരിയലാണ്. സോ നമ്മൾ കുറച്ചൊന്ന് കെയർ ചെയ്യണം. എനിക്ക് തൊടുമ്പോൾ ആ ഒരു ഫീലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചിങ്ങനെ ലൂസ് ഫിറ്റിൽ കിടക്കുന്നതാണ്. കുറച്ച് ഓവർ സൈസ്ഡ് ആയിട്ട്. ഇത് ബ്രാൻഡ് വന്നിട്ട് DNMX എന്നാണ്. മീഡിയം ആണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇതിന് 400 ആ റേഞ്ചിലാണ് പ്രൈസ് വന്നിട്ടുള്ളത്. MRP ആയിട്ടാണെന്നുണ്ടെങ്കിൽ 799 ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിച്ചപ്പോൾ 400 റേഞ്ചിലാണ്. പിന്നെ ഇതിൻ്റെ സ്ലീവ് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇങ്ങനത്തെ സ്ലീവാണ്. ലൈക്ക് ഷോൾഡർ ഇല്ലാത്തൊരു സ്ലീവാണ്. ഇവിടെ കണ്ടോ, ഇവിടെ സ്റ്റിച്ചില്ല. നമ്മുടെ കിമോണോൻ്റെ ഒക്കെ സ്ലീവ് പോലെ അങ്ങനത്തെ ഒരു സ്ലീവാണ് വരുന്നത്. ഇവിടെ അങ്ങനെ ഒരു സ്ട്രാപ്പ് പോലെ കുറച്ച് തിക്കായിട്ട് ആണ് കൊടുത്തിട്ടുള്ളത് ലാസ്റ്റിൽ. അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് ഇത്. പിന്നെ ഒരു വയലറ്റും ബ്ലാക്കും കൂടെ ചേർന്നിട്ടുള്ള പ്രിൻ്റാണ്. ബട്ടൺ കംപ്ലീറ്റ് അയക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു ഓവർ സൈസ് ലൂസ് ഫിറ്റ് കിടക്കുന്നൊരു ഷർട്ടാണിത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത്. ഞാൻ പറഞ്ഞ പോലെ മെറ്റീരിയൽ കുറച്ച് തിന്നാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കെയർ ചെയ്യണം യൂസ് ചെയ്യുന്ന സമയത്ത്. വേറെ കുഴപ്പമൊന്നുമില്ല. ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇനി ലാസ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഈ ഒരു ടോപ്പാണ്. ഇതെനിക്ക് ഞാൻ അത്ര ഓക്കെ അല്ല, അത്ര സാറ്റിസ്ഫൈഡ് അല്ല ഈ ഒരു പ്രൊഡക്റ്റിൽ. ബാക്കി എല്ലാ പ്രൊഡക്റ്റും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ആക്ച്വലി ഞാൻ സൈസ് എടുത്തത് ലാർജ് ആണ് കേട്ടോ. എനിക്ക് മീഡിയം മതിയായിരുന്നു ലൂസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇത് ലാർജ് മാത്രമേ സ്റ്റോക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ
ഇതിന് ജസ്റ്റ് 200 പ്രൈസ്, 210 അങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ എനിക്ക് എന്തായാലും വാങ്ങിക്കണമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ലാർജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ലൂസിൽ കിടന്നോട്ടെ വിചാരിച്ച് ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷെ ഇതെനിക്ക് ഒരു നല്ല ലുക്ക്, ഒരു പെർഫെക്റ്റ് ലുക്ക് കിട്ടുന്നില്ല. ലൂസാണെങ്കിൽ പോലും ആ ഒരു ഞാൻ വിചാരിച്ചൊരു ലുക്ക് കിട്ടുന്നില്ല വേറെ ചെയ്തിട്ട്. മാത്രമല്ല ഇതിൻ്റെ നെക്ക് നല്ല വൈഡായിട്ടുള്ള നെക്കാണ്. അപ്പോൾ അത്ര കംഫർട്ടബിൾ അല്ല നെക്കിൽ. ഇത് ബാക്ക് സൈഡാണ് കേട്ടോ. ബാക്കിൽ ഇങ്ങനെ ബട്ടണൊക്കെ പോകുന്നുണ്ട്, എന്നാലും എനിക്ക് ഭയങ്കര ലൂസാണ്. പിന്നെ സ്ലീവ് ഇതിങ്ങനെ 3/4 സ്ലീവിൽ വരുന്നതാണ്, ബലൂൺ സ്ലീവ് വരുന്നതാണ് 3/4. പക്ഷെ എനിക്കത് ഫുള്ളായിട്ട് കിടക്കുന്നുണ്ട്, അപ്പോഴും എനിക്കൊരു ഭംഗി തോന്നില്ല. പിന്നെ ഇത് ഞാൻ വിചാരിച്ചത് നോർമൽ ടോപ്പാണെന്നാണ്, ലൈക്ക് ഇങ്ങനത്തെ നോർമൽ ടോപ്പാണെന്ന് വിചാരിച്ചത്. പക്ഷേ ഇവിടെയും മറ്റേ സൈഡിലും ഇങ്ങനെ എലാസ്റ്റിക്കിൻ്റെ ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. വേസ്റ്റിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു ടൈറ്റായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട്. അതെനിക്ക് അത്ര ഇഷ്ടമല്ല ആ ഒരു ഫിറ്റിങ്. അപ്പോൾ ആ ഒരു ഫിറ്റിങ്ങിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറക്റ്റ് സൈസിൽ ഇടണം. അപ്പം ഇതിൽ വലുതായതുകൊണ്ട് തന്നെ അതെനിക്കൊരു ബോറായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു കൈക്കൂയിൻ്റെ ഭാഗമൊക്കെ നമുക്ക് ആ ഒരു നീറ്റിൽ കിടക്കുന്നില്ല. ലൂസ് ഞാൻ ഇടുന്നതാണ് സാധാരണ, വലിയ സൈസ് എടുത്തിട്ടുന്നതാണ്. പക്ഷെ ഇതിന് ആ ഒരു പെർഫെക്ഷൻ കിട്ടുന്നില്ല. ഇത് ബ്രാൻഡ് വന്നിട്ട് ഫിഗ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഇങ്ങനത്തെ ഫിറ്റൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. നല്ല ഫ്ലോറൽ പ്രിൻറ്റിൽ വന്നിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ള ഒരു ടോപ്പാണ്. മെറ്റീരിയൽ ക്വാളിറ്റി, സ്റ്റിച്ചിങ് ക്വാളിറ്റി ഒക്കെ നല്ല ക്വാളിറ്റിയാണ്. പ്രൈസും സൂപ്പർ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ്. പക്ഷേ ഇതിൻ്റെ ഒരു മോഡലും ഫിറ്റിങ്ങും ഒന്നും എനിക്ക് അത്ര തൃപ്തികരമല്ല. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റുകളാണ് നിങ്ങൾക്ക് കാണിക്കാനുള്ളത്. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടാൽ എല്ലാത്തിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടാവും. അത് ചെക്ക് ചെയ്ത് നോക്കുക. അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രോഡക്റ്റ് ഔട്ട് ഓഫ് സ്റ്റോക്ക് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് വിഷ് ലിസ്റ്റ് ചെയ്ത് വെക്കുക. പെട്ടെന്ന് തന്നെ ഇൻ സ്റ്റോക്ക് ആവാനും ചാൻസ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയുള്ള ഓഫർ വരുന്ന സമയത്ത് പർച്ചേസ് ചെയ്താൽ മതി. നല്ല ഓഫർ മിക്ക സമയത്തും നല്ല ഓഫർ ഉണ്ടാവാറുണ്ട്. സോ യാ, ഇതൊരു വീഡിയോ വരുന്നത് എല്ലാവർക്കും ടാറ്റാ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.